ഞാൻ പോയിട്ട് നമ്മളെ ദേവൂട്ടിനെ വിളിച്ചോണ്ട് വന്നേ. അതുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ടേ. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? എന്ത് കൊള്ളാം? അങ്കിൾ വന്ന് പാട്ട് പാടി കഥ പറഞ്ഞു. അങ്കിളല്ല, സാറാ. കണ്ണാടി വെച്ചു. അത് സാറാണ്. ഓക്കെ. പിന്നെ പാട്ട് പാടി, പിന്നെ കഥ പറഞ്ഞു. എന്തത് കഥ? ഓക്കെ. കഥ പറഞ്ഞു. നിങ്ങൾ കുട്ടികളോട് എന്തൊക്കെ ചോദിച്ചു സാറ്? ഇത് കള്ളം പറയാൻ ആൾക്കാരുണ്ടോ, സത്യം പറയാൻ ആൾക്കാരുണ്ടോ? അപ്പം എന്ത് പറഞ്ഞു? ഞാൻ കള്ളത്തെ പറയാൻ കൈ നോക്കിയിട്ടില്ല. കൈ നോക്കിയിട്ടില്ല. സാറല്ലേ കള്ളത്തെ പറഞ്ഞ സ്കൂൾ വരാത്ത കള്ളത്തല്ലേ പറയുന്നത്. അപ്പൊ കുട്ടികൾ കൂട്ടുകാരികളൊക്കെ ആയോ? അമ്മ കണ്ടിട്ടില്ല. എന്റെ അടുത്ത് കസാരി ആ കുട്ടിയാണ്. ആ കുട്ടിയുടെ പേരെന്താ? ചോദിച്ചു. ക്ലാസ്സിലല്ലേ? അവള് ക്ലാസ്സിലാ പഠിക്കുന്നു. അവള് പഠനം പഠിക്കും അത്യാവശ്യം. ആണോ? അപ്പോൾ നീ പേര് മറന്നുപോയി. വേറെ ഒരു കൂട്ടുകാരികളും കിട്ടിയില്ല? എങ്ങനെയുണ്ട്? ബോറടിച്ചോ? സങ്കടം വന്നോ? രാവിലെ നിന്നെ ഞാൻ അവിടെ ആക്കി ഇങ്ങോട്ട് പോരുമ്പോൾ? ഇല്ലല്ലോ. ദേവന് സ്കൂളിൽ പോകാൻ മടിയുണ്ടോ? മടിയില്ലല്ലോ. ദേവു ഞായറാഴ്ച വേണമെങ്കിൽ സ്കൂളിൽ പോവും, അങ്ങനെ പറയുന്ന ആളാണ്. പക്ഷേ നമ്മുടെ ഓരോ സാഹചര്യം കൊണ്ട് അന്നൊക്കെ സ്കൂളിൽ പോകാൻ പറ്റാതെ ഒക്കെ വന്നായിരുന്നു എറണാകുളത്തുള്ള. എല്ലാ ദിവസവും യൂണിഫോം ഇട്ടിട്ട് എൻ്റെ ദേവു നിന്നെ സ്കൂളാക്കിയിട്ട് ഞാൻ അവിടെ പോയിട്ട് യൂണിഫോം ചോദിച്ചു. അപ്പം ആ ചേട്ടൻ പറയാം ബില്ല് എന്ത് ചെയ്യുന്നു. ഞാൻ അത് കേക്ക്, പറയുന്ന കേക്ക് ദേവു. അവിടെ മറ്റേ ഇത് വേണം, ഏതാ നമ്മളെ ബില്ല് തന്നിട്ടില്ലേ, ആ ബില്ല് കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ബില്ല് കാണുന്നില്ല, എൻ്റെ ഫോൺ നമ്പർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫോൺ നമ്പർ കൊടുത്തിട്ട് അവർ തപ്പി നോക്കിയിട്ട് പറയുന്നേ അയ്യോ ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് തയ്ച്ചു തരാമെന്ന്. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ നിങ്ങൾക്ക് എപ്പോൾ തന്നതാണ് ചേട്ടാ, ഞാൻ പറഞ്ഞതല്ലേ സ്കൂൾ തുറക്കുമ്പോൾ. അത് എല്ലാവരും ഇത് തന്നെയാണ് പറഞ്ഞത്, എന്ത് ചെയ്യാനാ, ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ഞാൻ തയ്ച്ചു തരാമെന്ന്. അപ്പോൾ ഇനിയിപ്പം കളറിട്ട് പോവാം, നമുക്ക് ടീച്ചറോട് പറയാം. ഇല്ല ദേവു, അങ്ങനെ വെച്ചാൽ നിന്നെ കൊണ്ട് ഇപ്പം ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ പോയി ചോദിക്കൂലേ? ഒരാഴ്ച നമുക്ക് ടീച്ചറോട് പറയാം, തയ്ച്ചു കിട്ടാത്തതുകൊണ്ടല്ലേ. പാവാടയും ബ്ലൗസ് ഇട്ടുകൊണ്ട് പോയാൽ മതി. അതിനെന്താ? നീ ആ ബില്ലെടുക്കും, നമുക്ക് ബില്ല് കൊടുക്കണം. ഇനി അത് മേടിക്കാൻ ചെല്ലുമ്പോൾ ബില്ലിന് എന്താക്കും? ഫോൺ നമ്പർ കൊടുത്തിട്ട് അവരെടുത്ത് തരുന്നില്ല. അവരാണ് ബില്ല് താന്ന് പറഞ്ഞു എന്നോട്. ബില്ല് മോളെവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്കൊന്ന് ചേട്ടാ യൂണിഫോം എത്രയും പെട്ടെന്ന് താ. പിന്നെ ആദ്യമായിട്ട് പുതുവർഷമാണ്, അവൾ ആദ്യമായിട്ട് പോവുക ഈ സ്കൂള്, യൂണിഫോം വേണമെന്ന് പറഞ്ഞിട്ട് ആൾ പറയാം. എല്ലാവരും ഇത് തന്നെയല്ലേ പറയുന്നത്, ഞാനൊരാഴ്ച കൂടെ കഴിഞ്ഞിട്ട്, ഒരാഴ്ചക്കുള്ളിൽ എത്രയും പെട്ടെന്ന് ഞാൻ അർജൻറ്റായിട്ട് തയ്ക്കാൻ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചറോട് പറയാം. എല്ലാവരും യൂണിഫോം ഇട്ടിട്ടാന്ന് വന്നല്ലോ. എവിടെ? ഞാൻ കണ്ടപ്പോൾ ഉള്ള കുട്ടികളൊക്കെ കളറാണല്ലോ ഇട്ട്. നിന്റെ ക്ലാസ്സിലോ? അപ്പം എന്തായാലും ഇന്ന് അടിപൊളിയായിരുന്നു. കിരീടം വെച്ചെന്നായിരുന്നു. അപ്പം നാളെ യൂണിഫോം ഇട്ട് ചെല്ലാൻ പറഞ്ഞോ? ബുധനാഴ്ച കളറില്ല? ഇനി ആർക്കറിയാം? നീയല്ലേ പോയത്? ഞാനാണോ പോയത്? അമ്മോ എനിക്ക് വയ്യേ എൻ്റെ അമ്മ, എനിക്ക് വയ്യേ എൻ്റെ അമ്മേ.
എന്തോന്ന് ഇത് ഇത് ഇതിന് നീ എന്തിനാ ഇത് എനിക്കില്ല സാധന ചപ്പിപ്പോയി ഞാൻ ഇത് കണ്ടപ്പോൾ അവളെ യൂണിഫോം ചപ്പിപ്പോയി സുഹൃത്തുക്കളെ. നമ്മുടെ ദേവുട്ടി നല്ല രീതിയിൽ ചപ്പിപ്പോയി സുഹൃത്തുക്കളെ. അപ്പോൾ 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 അയ്യോ അമ്മേൻ്റെ അച്ഛ കോട്ട് മുക്കറി എല്ലാം ഉണ്ട്. അടിപൊളി യൂണിഫോം ആട്ടോ. 2 ഷർട്ട്, കോട്ട്, കോട്ട് 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 മുക്കറിയോ കോട്ട് കോട്ട് മുക്കറി കോട്ട് മുക്കറി. ബെൽറ്റ് സ്കൂളിൽ നിന്നായിരിക്കും. ബില്ലെന്തിനാ? ഇല്ലില്ല, ഞാൻ ഫോൺ നമ്പർ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് ബില്ല്. ഞാന്നോ? ആ ആ നല്ല ഉറക്കക്ഷീണമുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചേരം കിടക്കാം, വയറ് എനിക്ക് ചെയ്ത് നോക്കി. അപ്പം കൂട്ടരെ, പ്രിയ കൂട്ടരെ, കൊഞ്ചി പറഞ്ഞ കഥ ദേവുട്ടി കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. അയ്യോ യൂണിഫോം അലമാര കൊണ്ടേക്ക്, അലമാര തുറന്നിട്ട് ഇവിടെ. കൊഞ്ചം പറമ്പിൽ നിന്നും ഒരു ദേവൂട്ടി പറന്നു വന്നേ നേ നേ നേ. അങ്ങനെ ചുമ്മാ ഒരു വീഡിയോ, ഒരു രസം, ഒരു കിരികിരിപ്പ്. ഒരാളുടെ ഒരു പാട്ട് പാടട്ടെ. അത് നിങ്ങൾ ആരാന്ന് എനിക്ക് ഒരു കമന്റ് ഇടുക. പാടിത്തട്ടെ. സ്നേഹിതമായി സ്നേഹിതമായി രഹസ്യ സ്നേഹിതമായി 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 രഹസ്യ സ്നേഹിതമായി. എன்னாச்சு சொல்லுங்க. ആരാന്ന് പറയുക, ആരാന്ന് എനിക്കറിയില്ല. കമന്റ് ഇട്ടേ.